ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് രേണുക എന്ന് വിളിച്ചോളൂ. ഞാനൊരു വീട്ടമ്മയാണ്. ഭർത്താവിനും മകൾക്കുമൊപ്പം സന്തോഷമായിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. കേരളത്തിന് പുറത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. സ്ഥലം ഞാൻ പറയുന്നില്ല. 3 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു. പിന്നെ ഞാൻ ചില ഫ്ലാറ്റുകളൊക്കെ വീട്ടുജോലിക്ക് പോയിട്ടായിരുന്നു കഴിഞ്ഞിരുന്നത്. വീട്ടിൽ ജോലിക്ക് പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. പലയിടത്തു നിന്നും മോശമായ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. പലരുടെയും തട്ടലും മുട്ടലും നോട്ടവും, പിന്നെ സഹകരിക്കുമോ, എന്ത് വേണമെങ്കിലും തരാമെന്നുള്ള ചോദ്യവും. സഹകരിക്കാത്തത് കൊണ്ട് ചില ആൾക്കാർ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ പല പ്രയാസങ്ങളിൽ കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാൽ ഇതൊന്നും ഞാൻ മോളെ അറിയിച്ചിട്ടില്ല. ഈ സംഭവം നടക്കുമ്പോൾ എൻ്റെ മകൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ അവൾ പൊട്ടിക്കരയുന്നു. എന്ത് പറ്റി മോളെ എന്ന് ഞാൻ തിരക്കി കഴിഞ്ഞപ്പോഴേക്കും അവൾ എനിക്കൊരു വീഡിയോ കാണിച്ചു തന്നു. അതവളുടെ പൂർണ്ണമായ ഒരു വീഡിയോ ആയിരുന്നു. തുണിയൊക്കെ മാറുന്ന ഒരു വീഡിയോ. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതെവിടെ വെച്ചെന്നറിയില്ല. പക്ഷേ പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അത് അവളുടെ ഫ്രണ്ടിൻ്റെ ഒരു റൂം വെച്ചിട്ടാണ്. അവളുടെ കൂടെ പോയി താമസിച്ചു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കോ എൻ്റെ മകൾക്കോ അറിയില്ല ഇത് ആരാ എടുത്തതെന്ന്. എന്തായാലും നാളെ അവർ പറഞ്ഞ സ്ഥലത്ത് ചെല്ലണം, അതാണ് ഡിമാൻഡ്. ഞാൻ പറഞ്ഞു, മോള് പേടിക്കണ്ട, നമുക്ക് സ്റ്റേഷനിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന്. അവൾ പറഞ്ഞു, ഇത് മറ്റാരും അറിയരുത് എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് കേട്ടിട്ട് അവർക്ക് വലിയ വലിയ സ്വാധീനമുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു. ഞാൻ ഓർത്തു, ശരിയാണ്, വലിയ കക്ഷികളുമായിട്ട് അടുപ്പമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത്തരം കുതന്ത്രങ്ങളൊക്കെ പയറ്റാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇത്തരം കേസുകളിലൊന്നും നിയമപാലകർക്ക് വലിയ താല്പര്യം കാണില്ല. അവർ അന്വേഷിച്ച് വരുമ്പോഴേക്കും വീഡിയോ വൈറലായിട്ടുണ്ടാകും. ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത്? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത് എല്ലാവരും ഷെയർ ചെയ്യുമോ? അവരെല്ലാവർക്കും വായിച്ചു കൊടുത്ത് കാണുമോ? ഞാനിനി എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ കരയല്ലേ അമ്മ, നാളെ ആളുകൾ എന്നെ നോക്കി ചിരിക്കില്ലേ, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ പിന്നെയും അവർ നാളെ കാണുമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വന്നു. അതിൽ ലൊക്കേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രതികരിക്കാത്തതുകൊണ്ട് അവർ പറയുകയാണ്, പേടിക്കണ്ട, നീ വന്നില്ലെങ്കിലും ഞങ്ങൾ നിന്നെ തേടി വരില്ല. പകരം ഈ വീഡിയോയ്ക്കൊപ്പം നിൻ്റെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ് എല്ലാം ഞങ്ങൾ പ്രചരിപ്പിക്കും. പിന്നെ നിന്നെ തേടി ആവശ്യമുള്ളവർ വന്നോളും. അത് വലിയൊരു ഹിറ്റാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോള് കരഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ കരയാതെ, ഞാൻ പോയി നാളെ അവരെ കാണാം, ഞാൻ അവരോട് സംസാരിക്കാം. അപ്പോൾ മോള് പറഞ്ഞു, അയ്യോ അത് വേണ്ടമ്മേ, അവർ ചിലപ്പോൾ ഉപദ്രവിക്കും. ഞാൻ പറഞ്ഞു, അതല്ലാതെ മറ്റെന്ത് വഴിയാണ് മോളെ നമുക്കുള്ളത്? അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് അവർ പറഞ്ഞ സമയത്ത് ആ സ്ഥലത്ത് ചെന്നു. ഉടനെ തന്നെ അവൾക്ക് ഫോൺ വന്നു, എന്തിനാണ് അമ്മയും കൂട്ടിക്കൂടെ വന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മയും എൻ്റെ കൂടെ വരുന്നുവെന്ന് പറഞ്ഞു എന്ന്. അപ്പോഴേക്കും ഞാൻ ഫോൺ വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിത് ആരോടും പറഞ്ഞിട്ടില്ല, എനിക്ക് നിങ്ങളോടെല്ലാം ഒന്ന് സംസാരിക്കണം, അതിനു വേണ്ടി കൂടിയാണ് ഞാൻ മോളുടെ കൂടെ വന്നത്. ഒരു പ്രശ്നവും നിങ്ങൾക്ക് എന്നെ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സംസാരിച്ച ആൾ പറഞ്ഞു, ശരി എങ്കിൽ അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, അതിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ ആ വണ്ടിയുടെ അടുത്തേക്ക് ഞങ്ങൾ പോയി. അതിലുണ്ടായിരുന്ന ആൾ കയറാൻ പറഞ്ഞു. ഞങ്ങൾ പുറകിൽ കയറി. ഞങ്ങളെ എവിടേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഒരു വീട്ടിലിറക്കി. അതൊരു ഒറ്റപ്പെട്ട വീടാണ്, അടുത്തങ്ങ് വീടുകളില്ല. ഞങ്ങളെ അകത്തേക്ക് കൊണ്ടുപോയി. അവർ 3 പേരുണ്ടായിരുന്നു. എൻ്റെ മോളെക്കാളും കുറച്ച് പ്രായം കൂടുതലാണ്. ഞങ്ങളെ കണ്ടതും അവർ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. ആഹാ, അമ്മയും മോളും ഒന്നിച്ചാണല്ലോ, ഒറ്റയ്ക്ക് വരാൻ പേടിയായിട്ടായിരിക്കും. അമ്മ മോൾക്ക് ക്ലാസ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ മോളുടെയും നാണവും പേടിയും ഒക്കെ അങ്ങ് മാറും. വേണമെങ്കിൽ ഇവളിവിടെ ഒരു ക്യാമറ ഡാൻസ് വരെ കളിക്കുമെന്ന് പറഞ്ഞു. അവർ 3 പേര് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് മോളെ അകത്തെ മുറിയിലേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ ഉപദ്രവിക്കരുത്, ഞങ്ങൾ പാവങ്ങളാണ്, അവളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, കൊച്ചു പെണ്ണാണെന്ന്. ഞങ്ങൾ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു, സത്യത്തിൽ ഇവളുടെ കൂട്ടുകാരിക്ക് വേണ്ടി വെച്ച് കെണിയിൽ ഇവൾ കുടുങ്ങിപ്പോയതാണ്. പക്ഷേ ഇവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത പെണ്ണേക്കാളൊക്കെ 1000 മടങ്ങ് സുന്ദരിയാണെന്ന്. അവൾക്ക് മുന്നിൽ ഇവൾ ശരിക്കും മാലാഖയാണ്. എത്ര തവണ ഞങ്ങളത് കണ്ടെന്നറിയാമോ? ഞങ്ങൾ സ്വയം സംതൃപ്തിപ്പെട്ടതിന് കൈയും കണക്കുമില്ല. അപ്പോഴാണ് അവളെ നേരിട്ട് കാണുമെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. എന്തായാലും അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വല്ലാത്തൊരു കുളിരാണ് എന്ന് പറഞ്ഞ് അവർ വളരെയധികം മോശപ്പെട്ട വാക്യങ്ങളാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു, ദേവി ഇതങ്ങനെ പറയരുത്, അവൾ ചെറിയ കുട്ടിയല്ലേന്ന്. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ കുറച്ച് സമയം താ, അപ്പോൾ പറയാം കുട്ടിയാണോ അല്ലയോ എന്ന്. അല്ലെങ്കിൽ 1-2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മോള് എത്രത്തോളം വളർന്നുവെന്ന്. ഇത് കേട്ട്
അവൾ പേടിച്ച് കരഞ്ഞു. ദേവി ഇത് ഞങ്ങളെ വെറുതെ വിടണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, നിന്റെ കരച്ചിലൊക്കെ ഞങ്ങൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ചു. അവൾ അമ്മയെ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞു. ഞാൻ അവരുടെ കാല് പിടിച്ച് പറഞ്ഞു, എൻ്റെ മോളെ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ ഞങ്ങൾ കുറച്ച് സമയം തന്നു കഴിഞ്ഞാൽ പണം തരാം. ദയവേത് എൻ്റെ മോളെ വെറുതെ വിടണം. പണമുണ്ടാക്കാൻ കുറച്ച് ദിവസങ്ങൾ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, പണം വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് തരാം. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉഗ്രം പെണ്ണുങ്ങളെയാണ്. ഇന്ന് ഇവളുണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ സമയത്താണെങ്കിൽ ആരും ഉണ്ടാകില്ല. രക്ഷപ്പെട്ടാലോ എന്നോർത്ത് ഞാൻ അവരോട് പറഞ്ഞു, എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ. വഴിയിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞയക്കാമെന്ന്. അവർ പറഞ്ഞു, ഇവിടെ അടുത്തെങ്ങും ആരുമില്ല. മാത്രമല്ല ഞങ്ങൾക്ക് അത്രയും ക്ഷമിക്കാൻ വയ്യ. സുന്ദരികളായ നിങ്ങൾ രണ്ടുപേരും മുന്നിലുള്ളപ്പോൾ വിശന്ന് വലഞ്ഞ സിംഹങ്ങളായിട്ട് ഞങ്ങൾക്ക് കാത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ ഒരിളവ് നൽകാം. മോളെ വെറുതെ വിടാം. അമ്മ റെഡിയായാൽ മതിയെന്ന്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. മറ്റു രണ്ടുപേരും അത് കേട്ട് ചിരിക്കുകയും ചെയ്തു. ഒരുത്തനാണ് മുൻകൈ എടുത്തതൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങളുടെ അമ്മയുടെ പ്രായമില്ലേ എനിക്ക്, അങ്ങനെയൊന്നും വേണ്ടാന്ന്. അവർ പറഞ്ഞു, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഒന്നുകിൽ മോള് അല്ലെങ്കിൽ അമ്മ, രണ്ടും നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോൾ മറ്റു രണ്ടുപേർ പറയുകയാണ്, വേണമെങ്കിൽ രണ്ടുപേർക്കും വരാം, ഒരു പ്രശ്നവുമില്ല. അത് കൂടുതൽ രസകരമായിരിക്കും. ഗ്രൂപ്പ് സോങ്ങിൽ പണ്ട് തൊട്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യമാണെന്ന്. ഞാൻ പറഞ്ഞു, സാർ, ഞങ്ങൾ മാന്യമായി ജീവിക്കുന്നവരാണ്. ഭർത്താവ് മരിച്ചു പോയെങ്കിലും അഭിമാനം വിട്ട് ഞങ്ങൾ ജീവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊപ്പം രണ്ടുപേരും കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനം എവിടാ പോകുന്നത്? നിങ്ങളുടെ മാനം ഇനി ആകാശമാണ്. എങ്ങും ഒന്നും പോകാനില്ല. വെറുതെ കിടന്ന് മസിൽ പിടിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോളെ വെറുതെ വിടണം. അവൾ ഇനി മുന്നോട്ട് പോയി കല്യാണം കഴിക്കേണ്ട ഒരു പെണ്ണാണ്. അവളെ വെറുതെ വിടുക. ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞു, അമ്മ എന്താ പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു, എന്തായാലും പെട്ടുപോയി, ഞാനങ്ങ് സമ്മതിച്ചേക്കാം. അമ്മ പ്രായമായ സ്ത്രീയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഏറ്റെടുത്തു. മാഡം, എൻ്റെ മകൾക്ക് ഒരാപത്ത് സംഭവിക്കരുത്. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, അമ്മയും മോളും തമ്മിൽ അങ്ങ് തർക്കമാണ്. ആര് പോകണമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി വരുന്നതാണ് നല്ലതെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മോളൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഞാനങ്ങ് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ, പക്ഷേ എൻ്റെ മോളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ഇതിൻ്റെ പേരിൽ ഇനിയൊരു പ്രശ്നവും എൻ്റെ മോൾക്കുണ്ടാകരുതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഓക്കെ, എങ്കിൽ ആദ്യം ആരാണെന്ന് അവർ തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമൊക്കെ സംസാരിച്ചില്ലേ, ആ ആളാണ് എനിക്ക് വേണ്ടി കാത്തിരുന്നത്. എൻ്റെ മോളുടെ മുഖത്ത് നോക്കാനുള്ള ശക്തി പോലും എനിക്കുണ്ടായിരുന്നില്ല. മുറിയിലേക്ക് പോകാൻ നേരത്ത് എൻ്റെ മോളെന്നെ കെട്ടിപ്പിടിച്ച് ദുഃഖിച്ചു. അവൾ പറഞ്ഞു, മോൾക്ക് അമ്മയെ കാണാതിരിക്കാൻ വയ്യാൻ തോന്നല്ലോ, ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആണല്ലോ, എങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അവളെ ബലമായി പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ദയവേത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന്. അവർ പറഞ്ഞു, അതൊക്കെ നല്ല രസമായിരിക്കും, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മോള് കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നെ അപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ഒരിളവും തന്നില്ല. അവർ മോളെ മുറിയിൽ കൊണ്ടുപോയി അവിടെ ഒരു കസേരയിൽ വെച്ച് കെട്ടിയിടുക തന്നെ ചെയ്തു. വേണ്ടെന്ന് പറഞ്ഞ് മോള് അലറിക്കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളോട് പറഞ്ഞു, എടി അടങ്ങിയിരിക്കാൻ. അവർ പറഞ്ഞു, അവൾ ബഹളമുണ്ടായിക്കഴിഞ്ഞാൽ അവൾക്കും ഈ ഗതി തന്നെയായിരിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ അവളോട് ശാന്തയാകാൻ പറഞ്ഞു. അങ്ങനെയാണ് മോൾക്ക് കാണാവുന്ന രീതിയിൽ അയാൾ എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അവൾക്ക് അടുത്തുള്ളത് കൊണ്ട് എനിക്ക് വല്ലാത്ത പേടിയുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ അയാൾക്ക് എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അയാൾ കുറച്ച് റൊമാൻറ്റിക് രീതിയിലൊക്കെയാണ് ആദ്യം എന്നോട് പെരുമാറിയത്. മോളുടെ മുന്നിലായതുകൊണ്ട് എനിക്കാണെങ്കിൽ വല്ലാത്ത ചമ്മലായിരുന്നു. പിന്നീട് അയാൾ രൗദ്രഭാവത്തിലേക്ക് മാറി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, പക്ഷേ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മോളാണെങ്കിൽ കണ്ണടച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് അയാൾ ശക്തിയുടെ ഭൂമിയിലാകുമ്പോൾ അവളോട് പറയും, കണ്ണ് തുറന്ന് കാണടിയെന്ന്. അങ്ങനെ അവൾ പേടിച്ച് കണ്ണ് തുറന്ന് പലതും കണ്ടു. അങ്ങനെ അവർ ഓരോരുത്തരായി വന്നു. അവസാനം അവർ 3 പേരും കൂടെ വന്നു. അപ്പോൾ ഞാൻ പ്രയാസപ്പെട്ടു. അവരെന്നെ പുറത്ത് പറയാൻ കൊള്ളാത്ത പല വാക്കുകളും വിളിച്ചുകൊണ്ടാണ് മുന്നേറിയത്. എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ കൊള്ളാം, ഇങ്ങനൊരു സ്ത്രീയെ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലെങ്കിലും മലയാളി പെണ്ണുങ്ങളാണ് കൂടുതൽ മെച്ചമെന്ന് പറഞ്ഞു. എനിക്ക് അവരോട് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, മോളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. അവർ പറഞ്ഞു, നിൻ്റെ മോളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിൻ്റെ 3 കൂടിയ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിൻ്റെ മോള് പഠിക്കുകയോ കല്യാണം കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവളെ ഞങ്ങൾ ശല്യപ്പെടുത്തുന്നില്ല. പക്ഷേ പകരം ഞങ്ങൾ വിളിക്കുമ്പോൾ നീ വരേണ്ടി വരുമെന്ന് പറഞ്ഞു. അവരുടെ കാര്യങ്ങൾ അംഗീകരിക്കാതെ അവിടുന്ന് പോരാൻ പറ്റില്ലല്ലോ. അവർ കുറച്ച് പണം എനിക്ക് തന്നു.
മോൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ പുതപ്പിച്ചുകൊണ്ട് കരഞ്ഞു. ഇനി എന്ത് ചെയ്യും അമ്മ എന്ന് ഞാൻ പറഞ്ഞു. വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക. അവർ ഞങ്ങളെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വരെ കൊണ്ടുവിടുകയും ചെയ്തു. 2 ദിവസം ഞാൻ ജോലിക്ക് പോയില്ല. എൻ്റെ മോളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അതൊരു സ്വപ്നം പോലെ ഞങ്ങൾ മറന്നു കളഞ്ഞു. പക്ഷേ അവർ അതോടെ നിർത്തിയില്ല. വീണ്ടും വീണ്ടും എന്നെ വിളിച്ചു. എൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നു. മോളോട് പറഞ്ഞതുപോലെ തന്നെ എന്നോട് പറഞ്ഞു, വീടിനടുത്തുള്ളവർക്ക് അയച്ചു കൊടുക്കും, അഡ്രസ്സ് ഫോൺ നമ്പർ പ്രചരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ്. മറ്റു വഴികളൊന്നുമില്ലാത്തത് കൊണ്ട് അവർ വിളിക്കുന്നിടത്തേക്ക് ഞാൻ പോയി. അവർ 3 പേരും വീണ്ടും എല്ലാം ആവർത്തിച്ചു. പക്ഷേ എനിക്ക് പണമൊന്നും തന്നില്ല. ഞാൻ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എന്നെ കണ്ട് മോള് ചോദിച്ചു എന്താണെന്ന്. ഞാൻ മോളോട് എല്ലാം പറഞ്ഞു. അവർ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മരിക്കണമെന്നുണ്ട്, പക്ഷേ മരിക്കാൻ പേടിയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിളിച്ചു. എന്നാൽ ഈ പ്രാവശ്യം അവർ പുതിയ 3-4 പേരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട ആഹാരമൊക്കെ എന്നെക്കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചു. പിന്നെ പുതിയ നൃത്തച്ചുവടുകൾ പുതിയ ആളുകൾക്ക് വേണ്ടി ചിട്ടപ്പെടുത്താൻ എന്നോട് പറഞ്ഞു. എല്ലാം എനിക്ക് ശരിയാക്കി കൊടുക്കേണ്ടി വന്നു. അവർക്ക് വല്ലാത്ത ആവേശമായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും പങ്കപ്പാട് കഴിഞ്ഞ ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. ഇത് പതിവായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി, ഇവരിങ്ങനെ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നത് അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഈ പരിപാടി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ കളിയാക്കി ചിരിച്ചു. വേണമെങ്കിൽ നീ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ നിൻ്റെ മോളുടെയും ഗതി ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ പറയുന്നിടത്തൊക്കെ പോകാൻ തുടങ്ങി. പല ഹോട്ടലുകളിലും പല റൂമുകളിലും ഫ്ലാറ്റുകളിലും ലോഡ്ജുകളിലും എല്ലാം മലയാളി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അവർ ഹൈ റേറ്റാണ് ആണുങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിരുന്നത്. എനിക്ക് വല്ലപ്പോഴും എന്തെങ്കിലും നക്കാപ്പിച്ച് തരും, അത്രയേ ഉള്ളൂ. മകൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയുമൊക്കെ ഞാൻ ഒത്തിരി വട്ടം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു ഹോട്ടൽ റെയ്ഡ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പിടിക്കപ്പെട്ടു. എല്ലാവരും സ്റ്റേഷനിലായി. എന്നെ ഇങ്ങനെയാക്കിയൊരു പയ്യനും പിടിക്കപ്പെട്ടിരുന്നു. അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. ഇതൊന്നും ആരോട് പറയരുത്, വീഡിയോ കയ്യിലുണ്ട്, നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുകയും ചെയ്യരുത്, നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ ഇറങ്ങി സ്വമനസാല നടക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയുള്ളൊരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, നീ പുതിയതാണോ എന്ന്. പേടികൊണ്ട് ഞാൻ സമ്മതിച്ചു. എത്രയാ റേറ്റ് എന്ന് ചോദിച്ചു. ആരാ നിൻ്റെ ഇടപാടുകാരൻ, ആരാണ് നിനക്ക് മേൽനോട്ടം വായിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്ക് എനിക്ക് സങ്കടം വന്നു. പക്ഷേ ചെക്കൻ പറഞ്ഞു ഇത്രയാ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് അവൻ അതങ്ങ് ഏറ്റെടുത്തു. ഉദ്യോഗസ്ഥ പറഞ്ഞു, മറ്റുള്ളവരെക്കാളും ചെറുപ്പക്കാരികളെ പെണ്ണുങ്ങളെക്കാളും ഇവർക്ക് റേറ്റ് കൂടുതലാണല്ലോ എന്ന്. അപ്പോൾ ചെക്കൻ പറഞ്ഞു, ഇവൾ മലയാളി ആൻറ്റി ആയതുകൊണ്ട് ഭയങ്കര പിടിച്ചു പറയാണ്. അതുമാത്രമല്ല, ഇവൾക്ക് ചില പ്രത്യേക വർണ്ണനകളൊക്കെയുണ്ട്. മൂലവും പൂരാടവും ഉത്രാടവും തിരുവോണവും ഒക്കെ കഴിഞ്ഞിട്ടേ ഇവൾ തുമ്പിത്തുള്ളൽ നിർത്തുമെന്ന് പറഞ്ഞു. ആഹാ, കൊള്ളാമല്ലോ, അതുകൊണ്ടാണോ ഇവൾക്ക് അത്ര ഡിമാൻഡെന്ന് ചോദിച്ചു. ഞാൻ തല കുനിച്ച് നിന്നു. വെറുതെ വിടണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വെറുതെയൊക്കെ വിടാം, പക്ഷേ നീ സുന്ദരിയായതുകൊണ്ട് ഇന്നൊരു ദിവസം എൻ്റെ കൂടെ കഴിയും, നാളെ നീ സ്വതന്ത്രയാകുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ വേറെ വഴിക്ക് വിടുമെന്ന് പറഞ്ഞു. അങ്ങനെ അതും എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. വൈകിട്ട് 7 മണിക്ക് തുടങ്ങിയത് പിറ്റേ ദിവസം 8 മണിയായപ്പോഴാണ് എന്നെ അയാൾ പറഞ്ഞു വിട്ടത്. അത്രയ്ക്കും നീണ്ട ഒരു പോരാട്ടം തന്നെയായിരുന്നു. ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും മകൾ എന്നോട് ചോദിച്ചു എന്താണെന്ന്. അവളുടെ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റിയില്ല. ഇടയ്ക്ക് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. ഇത്രയും വലിയൊരു കാര്യത്തിൽ കൂടിയാണ് ഞാൻ കടന്നുപോയതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഇനി എന്തിനാമ ഇങ്ങനെ സഹിക്കുന്നത്? എന്തായാലും ഇനിയൊന്നും ഓർത്ത് പേടിക്കണ്ട, അവർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, വരുന്നെങ്കിൽ വരട്ടെ എന്തും എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അവർ വിളിച്ചില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ കണ്ടു. അയാൾ ചോദിച്ചു, നിന്നെ പിന്നെ കണ്ടില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, സാർ, ഞാൻ അങ്ങനെയുള്ളൊരു പെണ്ണല്ല, അവർ ഞങ്ങളെ ചതിച്ചതാണെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, എന്താടി ബിസിനസ് നിർത്തിയെന്നൊക്കെ പറഞ്ഞ് കള്ളം പറയുകയാണോന്ന്. അയാൾ താമസ സ്ഥലമൊക്കെ ചോദിച്ചു. വൈകുന്നേരം അയാൾ കണ്ടു. എൻ്റെ മോളെ കണ്ടതും അയാൾ ചോദിച്ചു, നിനക്ക് ഇത്രയും വലിയ മോളുണ്ടോ? അമ്മയുടെ ജോലി മോൾക്ക് അറിയാമായിരിക്കും, അതോ മോൾക്കോ അമ്മയുടെ ബിസിനസ്സിൽ പങ്കുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ മോളെ ഒന്നും പറയരുത്, അവൾ പാവമാണെന്ന്. അയാൾ പറഞ്ഞു, ഞാൻ വെറുതെ ചോദിച്ചതല്ലേ, എനിക്ക് നിന്നോടാണ് ഇഷ്ടം. നീ അന്ന് പോയതിനു ശേഷം എൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ട് നടക്കുന്നില്ല, നീയാണ് എനിക്ക് പറ്റിയ ജോഡി. സാർ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെയൊന്നുമില്ലെന്ന്. അയാൾ പറഞ്ഞു, നിൻ്റെ നാടകമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. പുതിയ ആളുകൾ വരുമ്പോൾ നീയൊക്കെ ഔട്ടാകുന്നത് പതിവാണ്, പക്ഷേ നിന്നെപ്പോലെ ഉള്ളവരെ വേണ്ടവരുമുണ്ട്. മര്യാദയ്ക്ക് സഹകരിക്കുന്നതാണ് നല്ലത്. നിനക്ക് നല്ല പണമല്ലേ വേണ്ടത്, അത് ഞാൻ തരാം, അല്ലാതെ നിനക്കിവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. മറ്റു വഴികളില്ലാത്തതുകൊണ്ട് സമ്മതിച്ചു. മോള് കിടന്നു. അമ്മയുമായിട്ട് എനിക്ക് ചില സ്വകാര്യ രഹസ്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ മുന്നിൽ കൂടിയാണ് ഞങ്ങൾ കയറി വാതിലടച്ചത്.
എനിക്ക് പിന്നെ സഹന മനോഭാവം അങ്ങ് പേടികൊണ്ട് വരുന്നതാണല്ലോ. ഞാനും അതിലേക്കങ്ങ് കടന്നു. അയാൾ പിന്നെ രാവിലെയാണ് പോയത്. പിറ്റേ ദിവസവും അയാൾ വന്നു. ആ സമയത്ത് മോളുടെ മുന്നേ വെച്ച് എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടാണ് പോയത്. ഇങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും മോൾ എന്നോട് ചോദിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാമ്മ, ഇയാളിങ്ങനെ സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാകില്ലെന്ന്. അപ്പോൾ അയാളോട് പറഞ്ഞു. ഇപ്പോൾ അയാൾ പറഞ്ഞു, അതിനെന്താ, ഞാൻ വന്നു കഴിഞ്ഞാൽ രാവിലെ പോകുകയുള്ളൂ. എന്തു തന്നെയാണെങ്കിലും എനിക്ക് അങ്ങനെ പറ്റുകയുള്ളൂ. നിനക്കൊക്കെ നല്ല പണം തരുന്നില്ലേ, മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അയാൾ പൈസ തരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടും ഉണ്ടായില്ല. മോളോട് ഞാൻ പറഞ്ഞു, വേറെ വഴിയൊന്നുമില്ല, ഇനിയിപ്പോൾ നീയായിട്ടുണ്ടാക്കിയ കാര്യമായതുകൊണ്ട് നീയും കൂടി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടതും അവൾ തലകുലുക്കി സമ്മതിച്ചു. ശരിയാണമ്മേ, ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരിന്ന്. പറഞ്ഞത് തെറ്റായെന്ന് എനിക്ക് മനസ്സിലായി. അവളെ ഒന്നും പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ആരുടെയും തെറ്റല്ല, ആരുടെയും കുബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഈ ലോകത്തിൽ നടക്കുന്നത്. അയാളെ എതിർക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത് തുടർന്നു. അയാൾ ഇഷ്ടമുള്ളപ്പോഴൊക്കെ വരും. പിന്നീട് അയാളുടെ എന്തോ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്നെ അയാളുടെ മുതിർന്നൊരു ഉദ്യോഗസ്ഥന് വേണ്ടി പരിചയപ്പെടുത്തി. അയാളുടെ കൂടെയും ഞാൻ കുറേ നാളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വലിയൊരു രാഷ്ട്രീയ നേതാവിനെയായിരുന്നു അയാൾ എനിക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത്. അന്നു മുതൽ എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ അയാൾക്കെന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. മലയാളി പെണ്ണ് വല്ലാത്ത സുന്ദരിയാണെന്ന് പറഞ്ഞ് അയാൾ എന്നോട് ചോദിച്ചു, എടി നീ എൻ്റെ കൂടെ നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിൽക്കാം, പക്ഷേ എൻ്റെ കഥകളെല്ലാം അറിയണമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് എൻ്റെ ഒപ്പം നിനക്ക് കഴിയാം. അയാൾക്ക് ആത്മാർത്ഥമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ബാധ്യതകളുമൊക്കെ പിന്നെയും പറഞ്ഞു നോക്കി. അപ്പോൾ അയാൾ പറഞ്ഞു, ഇനി മുതൽ നിൻ്റെയും മോളുടെയും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. നിൻ്റെ മോൾക്ക് എന്നെ ഒരു അച്ഛനെ പോലെ കാണാം, നിനക്ക് ഒരു ഭർത്താവിനെ പോലെയും. പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ല. വേറൊരു വീട്ടിൽ വേറൊരു സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളോടുകൂടി നീ എൻ്റെ രണ്ടാം ഭാര്യയും മോളുമായിട്ട് താമസിക്കും എന്ന് പറഞ്ഞു. ഇതൊരു രഹസ്യമായ ബന്ധമായതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് നിഷേധിക്കും. പക്ഷേ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നുള്ള പേടി വേണ്ട. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം രഹസ്യമായിട്ട് തുടരും. നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണവും സ്വത്തും ഒക്കെ ഞാൻ തരും. നീ എന്നെ സ്നേഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും ഇനി നിങ്ങളിവിടെ താമസിക്കേണ്ട, നിങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു വീട് ഞാൻ ഒരുക്കിത്തരാം എന്ന് പറഞ്ഞു. അതാകുമ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ എന്നൊക്കെ അയാൾ പറഞ്ഞു. പിന്നെ ഈ ബന്ധത്തിന് നിൻ്റെ മോൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലോ, അവൾക്ക് നല്ലൊരു ജോലി ഞാൻ ശരിയാക്കി തരാം, ഡിഗ്രി കഴിഞ്ഞതല്ലേ, തുടർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മോളോട് ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു, നിനക്ക് എന്നോട് ഇഷ്ടക്കുറവുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ എന്നോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്നുണ്ടല്ലോ, നിങ്ങൾ മാത്രമാണ് അങ്ങനെ പെരുമാറിയത്, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹമാണെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഞാൻ മോളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോള് ചോദിച്ചു, അമ്മയ്ക്ക് ഉറപ്പാണോ അയാൾ നമുക്ക് രക്ഷയാകുമെന്ന്. ഞാൻ പറഞ്ഞു, എന്തായാലും നമുക്ക് കുറച്ചെങ്കിലും രക്ഷ കിട്ടുമല്ലോ മോളെ, ഇവിടുന്ന് പോവുകയും ചെയ്യാം. അയാളെപ്പോലെ വലിയൊരാളുടെ സംരക്ഷണമുള്ളത് നമുക്ക് നല്ലതല്ലേ, പിന്നെ അയാൾ നല്ല സ്നേഹമുള്ള ആളാണെന്ന് തോന്നുന്നു. മോൾ പറഞ്ഞു, എനിക്കെതിർപ്പൊന്നുമില്ല, ഞാൻ കാരണമല്ലേ അമ്മേ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വീണ്ടും വീണ്ടും ഓർക്കുന്നു. ഞാൻ പറഞ്ഞു, ഇനി അങ്ങനൊന്നും അമ്മ പറയില്ല, അതുകൊണ്ടൊന്നുമല്ല, ഇതൊക്കെ വിധിയാണ്, ഓരോരുത്തർ പെട്ടുപോകുന്നതാണ്, നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം തന്ന വീട്ടിൽ ഞങ്ങൾ സുഖമായി ജീവിക്കാൻ തുടങ്ങി. മോള് പുതിയൊരു കോഴ്സിന് പഠിക്കാൻ ചേർന്നു. അദ്ദേഹം ഉള്ളത് കൊണ്ട് സീറ്റൊക്കെ പെട്ടെന്ന് കിട്ടി. മിക്കപ്പോഴും അദ്ദേഹം വരാറുണ്ട്, രാത്രി നിൽക്കാറുണ്ട്. എൻ്റെയും മോളുടെയും അക്കൗണ്ടിൽ അദ്ദേഹം ആവശ്യത്തിനുള്ള പണമൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്. കൂടാതെ ഞങ്ങൾ താമസിക്കുന്ന വീട് മോളുടെ പേരിലാണ് അദ്ദേഹം വാങ്ങിയത്. അദ്ദേഹം വീട്ടിലുള്ളപ്പോൾ മോളുടെ മുന്നിലൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടി മുറിക്കകത്തേക്ക് കയറിപ്പോകാറുണ്ട്. അവളുടെ മുന്നിൽ വെച്ചിട്ട് ചെറിയ രീതിയിലുള്ള പ്രണയലീലകളൊക്കെ കാണിക്കാറുമുണ്ട് അദ്ദേഹം. പക്ഷേ അവളാണെങ്കിൽ കാണാത്ത പോലെ ഇരിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ശല്യമാവണ്ടെന്ന് കരുതി മാറിത്തരും. അവൾക്കൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ അവളെ ശല്യപ്പെടുത്താറുമില്ല. വീട്ടുജോലിയൊക്കെ ഞാനും മോളും കൂടിയാണ് ചെയ്യുന്നത്. അദ്ദേഹമുള്ള ദിവസം മോൾ പറയും, അമ്മ നേരത്തെ പൊയ്ക്കോട്ടോ, ഞാൻ തന്നെ ചെയ്തോളാവുന്ന. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സുഖമായിട്ടാണ് ജീവിക്കുന്നത് മാഡം. ഇതുവരെ ഇപ്പോൾ വരെ പിന്നീട് കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല മാഡം. ഈ ബന്ധം തുടരുന്നതിൽ മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളിനി എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? എന്ത് മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? എൻ്റെ വീഡിയോ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്, അത് ആരെങ്കിലും കാണുമോ, അല്ലെങ്കിൽ അവർ അത് വൈറലാക്കുമോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ട്. അബദ്ധവശാൽ ലീക്കായാലോ എന്നുള്ള പേടിയുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ മോൾക്കത് നാണക്കേടാവില്ലേ? അവൾ മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? വഴികൾ മാഡം പറഞ്ഞു തരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നല്ല ശക്തനായ ഒരാളുടെ പിന്തുണ ഉള്ളപ്പോൾ എനിക്ക് തോന്നുന്നു
പോകുന്നത് അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. വലിയൊരു കെണിയിൽ അകപ്പെട്ടിട്ട് രക്ഷകനെ പോലെ ഒരാൾ വന്നപ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ സ്വീകരിച്ചതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം എല്ലാ സൗകര്യങ്ങളും തന്നു, അത് നന്ദിയോടുകൂടി സ്മരിക്കുക. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് യാതൊരു കോട്ടവും സംഭവിക്കാതെ അദ്ദേഹത്തെ പിണക്കാതെ നിങ്ങൾ കൂടെ തന്നെ നിർത്തുക. കാര്യം ഇതിലും ബെറ്ററായിട്ടൊരു കാര്യം നിങ്ങൾക്ക് കിട്ടാനില്ല. പിന്നെ നിങ്ങളുടെ പഴയ വീഡിയോ, പഴയ ബന്ധങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളിയോട് തുറന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അവർ ഇപ്പോഴെവിടെയുണ്ട്? അവരുടെ ആ വീഡിയോസ് അതുപയോഗിച്ച് നിങ്ങൾക്കെതിരെ തിരിയാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിർത്തിവെപ്പിക്കുക. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മറ്റാരെങ്കിലും വഴി ഇൻഡയറക്റ്റായിട്ട് അവരെ കണ്ടുപിടിച്ച് ശരിയാക്കി തരും. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ ആ ഭീഷണി ഒഴിഞ്ഞു കിട്ടും. അതിനുള്ള കരുക്കൾ നോക്കുക. അതേപോലെ മകളെ കുറച്ച് വിദേശത്തൊക്കെയുള്ള ആളുമായിട്ട് കല്യാണം കഴിച്ചൊക്കെ അവളെ വേറെ എവിടെയെങ്കിലും സെറ്റിലാക്കി കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ അവിടെ ഇവിടെ ഒരു വീഡിയോ ലീക്കായെന്ന് പറഞ്ഞിട്ട് അവൾക്ക് തലയൊന്നും കുനിച്ച് നടക്കേണ്ട കാര്യമില്ല. അവളുടെ ജീവിതം വേറെ നല്ല രീതിയിൽ സെറ്റിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പാതി പ്രശ്നം ഒഴിഞ്ഞു പോകും. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ നെറ്റ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് എത്ര പേരുടെ വീഡിയോ ആണ് വരുന്നത്. അതിൽ ഒളിച്ചെടുക്കുന്നതോ നിർബന്ധിച്ചെടുക്കുന്നതോ ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ അവർ സ്വയം അങ്ങ് അഭിനയിക്കുകയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പേരത് കാണുന്നു. അങ്ങനെ കണ്ടവർക്കെല്ലാം നാണമുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരും അവരും എല്ലാം കൂടെ മരിച്ചിരുന്നെങ്കിൽ ഇപ്പം ഈ കേരളത്തിൽ ഒരു 10% ആൾക്കാരെ കാണില്ലല്ലോ. എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ളതൊക്കെ തന്നെയുള്ളൂ. ഇതിൽ വരുന്ന ആണിനും പെണ്ണിനും ഒക്കെ കൂടുതലായിട്ട് നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വിചാരിക്കുക. പിന്നെ എവിടെയോ ഏതോ ഒരു വീഡിയോയിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ ഇറങ്ങുമ്പോൾ മുഴുവൻ നമ്മളെ തിരിച്ചറിയുന്നു പറഞ്ഞത് അതും ഒരു വിഡിത്തമാണ്. കാര്യം അങ്ങനെയൊന്നുമില്ല. വീഡിയോ വൈറലാണെന്ന് വെച്ചിട്ട് അത് കാലക്രമേണ ആളുകൾ അങ്ങ് മറക്കും. പിന്നെ അത് കഴിഞ്ഞ ശേഷം അവർക്ക് വേറെ വീഡിയോ വരുമ്പോൾ അങ്ങ് പോകും. ഇതിപ്പോൾ സ്വമേധയാ വീഡിയോ എടുത്ത് ബിസിനസ് ആക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സമയമാണിത്. അവർക്കില്ലാത്ത കുഴപ്പം എന്താണ്? നിങ്ങൾക്ക് അതിനെയൊക്കെ കല്ലി വല്ലി എന്ന് പറഞ്ഞിട്ട് ഒന്ന് നേരിടാൻ പഠിക്കണം. കാര്യം നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആകെ നനഞ്ഞാൽ കുളിരില്ല എന്നൊരു സ്റ്റാൻഡേർഡ് നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? എതിർക്കാനുള്ളത് എതിർക്കേണ്ട സമയത്ത് എതിർത്തില്ല. കാര്യം നിയമ സംവിധാനങ്ങൾ കൊണ്ടും വലിയ പ്രയോജനമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല. നമ്മളപ്പോൾ നിയമ സംവിധാനങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ പോലും അതും ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് പല കഥകളും കേൾക്കുമ്പോഴേക്കും. എന്തായാലും ഇപ്പം കിട്ടിയ ജീവിതത്തിൽ മുൻകരുതലോടുകൂടി മുന്നോട്ട് പോവുക, സേവിങ്സ് ഉണ്ടാക്കുക. അതേപോലെ ഇപ്പോൾ ഒരു നാണക്കേട് വന്നെന്ന് പറഞ്ഞാലും നിങ്ങളെ അറിയാത്തൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഇതിപ്പോൾ സിനിമ പോലൊന്നും ആരും സൂക്ഷിച്ച് വെക്കുന്നതോ അല്ലെങ്കിൽ എക്കാലത്ത് ഓർമ്മയിൽ നിൽക്കുന്ന കാര്യമൊന്നുമല്ലോ വീഡിയോ. ഇങ്ങനെ പല ആൾക്കാരും വീഡിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിച്ച് പല കടുകൈകളും ചെയ്യാറുണ്ട്, പല അബദ്ധത്തിലേക്ക് പോയി വീഴാറുമുണ്ട്. വീഡിയോ വന്നാൽ എല്ലാം അവസാനിച്ചേ എന്ന് സ്ത്രീകളും പുരുഷന്മാരും ചിന്തിക്കാതിരുന്നെങ്കിൽ എന്ത് നന്നായെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. കാര്യം മനുഷ്യൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ നോർമലാണ്, മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് നോർമലാണ്. അതിപ്പോൾ പുറത്തായാലും എന്താ, പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റപ്പിലേക്ക് വന്നെങ്കിലേ ഇതിനെ തരണം ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ധൈര്യം നേടിയെടുക്കുക. പക്ഷേ ഈ പറഞ്ഞതുപോലെ മോളുടെ ജീവിതം നിങ്ങൾ വേറെ ഒരു നല്ല രീതിയിലേക്ക് അദ്ദേഹം ഉള്ളപ്പോൾ തന്നെ സെറ്റാക്കുക. അതേപോലെ മറ്റവന്മാരെ ഒതുക്കാനും ശ്രമിക്കുക. ഇതൊക്കെ രാഷ്ട്രീയ നേതാവായി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. എന്തായാലും മാക്സിമം സ്നേഹത്തോടുകൂടി പോകുക, റിസ്ക് ഇല്ലാതെ ഇരിക്കുക, അതാണ് നല്ലത്. പിന്നെ നാളെ എന്ത് നടക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിൽ പോയി അതിലെല്ലാം പങ്കു ചേർന്നു ഏതെല്ലാം ഘട്ടങ്ങളിൽ കൂടി തിരിച്ചു വന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി ധൈര്യം വേണം. ഇനിയിപ്പോൾ എന്താണ്? ഒന്നുമില്ല. അത്യാവശ്യം പണമായി, മകളെ രക്ഷപ്പെട്ട് കഴിയുമ്പോഴേക്കും നിങ്ങളും ഫ്രീ ആയി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? അതിൽ കൂടുതലൊന്നും വരാനില്ല. അങ്ങനെ വലിയ നാണക്കേട് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒന്നിലും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. മകളുടെ ജീവിതം സെറ്റിലാകാൻ പോകുന്നൊരവസരമായതുകൊണ്ട് നിങ്ങൾ വിദഗ്ധമായിട്ട് മുന്നോട്ട് നീക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ലീക്കായെന്ന് പറഞ്ഞാലും അതതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് ഇഗ്നോർ ചെയ്യാനോ അല്ലെങ്കിൽ ആ സമയത്ത് പരാതി കൊടുപ്പിച്ചത് പിൻവലിക്കാനോ ഒക്കെ പറ്റും. കുറച്ചൊക്കെ നിയമപരമായിട്ട് കാര്യങ്ങളിൽ കൂടി ഇനി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഇപ്പോഴുള്ള പാർട്ണറെ കൊണ്ട് പറ്റും. അതുകൊണ്ട് ശക്തമായൊരു സപ്പോർട്ടുള്ളത് കൊണ്ട് വലിയ രീതിയിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹവുമായിട്ട് നല്ല രീതിയിൽ സമപ്പെട്ടു പോകുക, നല്ല രീതിയിൽ നിൽക്കുക, നല്ല ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും വരും, അത് ആർക്കാണെങ്കിലും വരും. അത് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കുക, അത്രമാത്രം മതി.